ജീസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും ഭക്തന്മാരുടെയും ഒക്കെ ബ്ലെസ്സിങ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ രാഘമാധവ കുഞ്ചവിഹാരി ജയ രാഘമാധവ കുഞ്ചവിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യമുന ക്ഷീരവനചാരി യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരവനചാരി ജയ രാഘമാധവ ജയ കുഞ്ചവിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. നമ്മുടെ ഇന്നത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 1:7:43 17:43. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതീ നൈഷ്ടകി മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഹരിം കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനകാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 17:43. ഉപാജ ചാസഖണ്ഡസ്യ ബന്ധാനനയനം സദി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഉവാച ചാസഖണ്ഡസ്യ ബന്ധാനനയനം സദി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഉവാച ചാസഖണ്ഡസ്യ ബന്ധാനനയനം സദി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. നമുക്ക് ഓരോ വാക്കുകളുടെ പ്രഭു മാതാജി കുറച്ച് സൗണ്ട് വേണമായിരുന്നു, ദയവായി കുറച്ചുകൂടി സൗണ്ട് വേണം. ശരി പ്രഭു. ഉവാച അരുളി ചെയ്തു അസ്യ അവന്റെ ബന്ധം ആ നയനം അവനെ കൊണ്ടുവരപ്പെട്ട സതി പ്രതിജ്ഞാർപ്പിതം മുച്യത അവനെ ഉടൻ മോചിപ്പിച്ചു. ഏഷ ഇത് ബ്രാഹ്മണ ഒരു ബ്രാഹ്മണൻ നിതരാം നമ്മുടെ ഗുരു വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അശ്വത്ഥാമാവ് കയറുകളാൽ ബന്ധിതനായിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രതിജ്ഞാർപ്പിതമായ സ്ത്രീ ആകയാൽ അവർ ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ. അദ്ദേഹം ബ്രാഹ്മണനാകിയാൽ നമ്മുടെ ഗുരുവാണ്. ഭാവാർത്ഥം: ദ്രൗപദിയുടെ മുന്നിൽ അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ കുറ്റവാളിയെപ്പോലെ ഈ വണ്ണം ബന്ധിതാവസ്ഥയിൽ, വിശേഷിച്ചും ഗുരുവിന്റെ പുത്രനായ ബ്രാഹ്മണനെ അവിധം ആനയിക്കപ്പെട്ടപ്പോൾ അവൾക്ക് അസഹ്യത അനുഭവപ്പെട്ടു.
ദ്രോണപുത്രൻ എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ധിച്ചത്. അക്കാര്യം കൃഷ്ണനും സുഖാഗ്രമായിരുന്നു. എന്നാൽ തന്നെയും ബ്രാഹ്മണപുത്രൻ എന്ന പരിഗണന കൂടാതെ അവരിരുവരും ഘാതകനെ കുറ്റവാളിയെന്ന് വിധിച്ചു. വെളിപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ആത്മീയ ആചാര്യൻ എന്ന പദവിയിൽ അയോഗ്യനെന്ന് സ്വയം തെളിയിച്ച ഒരാൾ ആചാര്യൻ എന്ന നിലയിൽ തിരസ്കരണത്തിന് അർഹനാണ്. ഒരു ഗുരുവിനെ ആചാര്യനെന്നും അഥവാ ശാസ്ത്രങ്ങളുടെ സർവ അന്തസ്സത്തെയും സ്വയം ആത്മീകരിക്കുകയും സ്വശിഷ്യന്മാരെ ഉപാധികളെ അനുവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെന്നും വിശേഷിപ്പിക്കാം. ഒരു ബ്രാഹ്മണൻ അഥവാ ആചാര്യൻ എന്ന നിലയിൽ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ അശ്വത്ഥാമാവ് പരാജയപ്പെട്ടു. ആകയാൽ ബ്രാഹ്മണൻ എന്ന ഉദാത്ത പദവിയിൽ നിന്നും അശ്വത്ഥാമാവ് തിരസ്കരിക്കപ്പെട്ടു. ഈ വസ്തുതകളൊക്കെ പരിചിന്തിക്കയാൽ ഇരുവരും ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും അശ്വത്ഥാമാവിനെ നീതിപൂർവം ദണ്ഡനാർഹനെന്ന് വിധിച്ചു. എന്നാൽ സദ്ഗുണസമ്പന്നയായ ദ്രൗപദിയെ പോലുള്ള ഒരു സ്ത്രീ ഈ വസ്തുതകളെ മതാചാരാനുസൃതമായിട്ടാണ് നോക്കിക്കാണുന്നത്. മതാചാരമനുസരിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് നൽകപ്പെട്ട അതേ ആചാര്യ മര്യാദകൾ അശ്വത്ഥാമാവിന് നൽകപ്പെട്ടു. അതെന്തുകൊണ്ടെന്നാൽ ഒരു ബ്രാഹ്മണപുത്രനെ യഥാർത്ഥ ബ്രാഹ്മണനായി യുക്തിവിചാരത്തിനിട കൊടുക്കാതെ പൊതുജനങ്ങൾ സാധാരണയായി അംഗീകരിക്കുന്നു. എന്നാൽ ഒരു ബ്രാഹ്മണനെ യോഗ്യത അനുസരിച്ച് വേണം, അല്ലാതെ ബ്രാഹ്മണപുത്രനാകിയാൽ മാത്രം ബ്രാഹ്മണനായി അംഗീകരിക്കരുത്. എന്നാൽ ഇവയൊക്കെ പുറമെ അശ്വത്ഥാമാവ് തൽക്ഷണം സ്വതന്ത്രനാക്കപ്പെടണമെന്ന് തന്റെ നല്ല മനസ്സാൽ അവൾ ആഗ്രഹിച്ചു. ഒരു ഭഗവത് ഭക്തൻ സർവ്വവിധ സ്വകീയ ക്ലേശങ്ങളെ സഹിക്കുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. എങ്കിലും ഒരു ഭക്തൻ മറ്റുള്ളവരോട് ശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല. ഒരു ശുദ്ധ ഭഗവത് ഭക്തന്റെ സവിശേഷതകളാണ് ഇതൊക്കെ. ഓം അജ്ഞാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാഖ്യം ദദാതി സോപാധികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതകമലം ശ്രീഗുരുൻ വൈഷ്ണവം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാദിത്യം തം സജീവം സോദൈതം സവദൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിധ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപിച്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഒരിക്കൽ കൂടി വായിക്കാം. അശ്വത്ഥാമാവ് കയറുകളാൽ ബന്ധിതനായിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രതിജ്ഞാർപ്പിതമായ സ്ത്രീ ആകയാൽ അവൾ ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ. അദ്ദേഹം ബ്രാഹ്മണനാകിയാൽ നമ്മുടെ ഗുരുവാണെന്ന് പറയുന്നു. ഈ ശ്ലോകം നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണ്. അതായത് ദ്രൗപദിയുടെ നിഷ്കളങ്കരായ 5 മക്കളെ നിഷ്ഠൂരം കൊന്ന അശ്വത്ഥാമാവിനെ കയറുകളാൽ ബന്ധിച്ച് അർജുനനും കൂടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും ദ്രൗപദിയുടെ സമക്ഷത്ത് എത്തുന്നു. എന്നാൽ തൻ്റെ 5 പുത്രന്മാരുടെ ഘാതകനായ അതീവ ഹീനമായ ആ പ്രവൃത്തി ചെയ്ത അശ്വത്ഥാമാവ് കയറുകളാൽ ബന്ധിതനായി നിശബ്ദനായി ഒരു മൃഗത്തെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ കിടക്കുന്നത് കണ്ടിട്ട് അതീവ ലോലഹൃദയത്തോടു കൂടിയ സംസ്കാര സമ്പന്നയും അനുകമ്പയോടും കൂടിയവളായ ദ്രൗപദി എല്ലാം മറന്ന് അശ്വത്ഥാമാവിനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനെ വണങ്ങുന്നു. കഴിഞ്ഞ ശ്ലോകത്തിലെ വാമസ്വഭാവ എന്നുള്ള വാക്ക് വളരെ പ്രസക്തമാണ്. സ്വഭാവത്തിൽ മാന്യതയും സൗമ്യ മനസ്സുമായി മൃദുലഹൃദയായി അശ്വത്ഥാവിന്റെ ദുഷ്പ്രവൃത്തികളെ അവളിൽ മറക്കുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമല്ല, പാണ്ഡവരുടെ ഗുരുവായ ദ്രോണാചാര്യരുടെ പുത്രനാണെന്നുള്ള പരിഗണന വെച്ച് കൂടിയാണ് ദ്രൗപദി സംസാരിക്കുന്നത്. അവളെ മുച്ചിതാം എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവിന് വിടുതൽ നൽകുവാൻ അർജുനനോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹം ഗുരുപുത്രനാണ്, അതുകൊണ്ട് ഗുരുവിന് തുല്യമാണെന്ന് ദ്രൗപദി പറയുന്നു. വൈദിക ശാസ്ത്രം അനുസരിച്ച് എങ്ങനെ ഉത്തമരായ ഉചിതമായ അവസരത്തിൽ എങ്ങനെ അവരെ ബഹുമാനിക്കണമെന്ന് ദ്രൗപദിക്ക് അറിയാം. ഒരു വൈഷ്ണവന്റെ ശരിയായ ഒരു മൂഡ് ഇതാണ്, ശരിയായ സ്വഭാവം ഇതാണ്. അദ്ദേഹം ദുഃഖിയായിരിക്കും. ഇത്രയും തെറ്റ് ചെയ്ത് ഒരാളോട് ക്ഷമിക്കുക എന്നത് ഒരു സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്നാൽ നമുക്കറിയാം, എല്ലാവരുടെയും അന്തിമ വിധി തീരുമാനിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പരിപൂർണമായി ഭഗവാനിൽ അർപ്പിച്ച് എല്ലായ്പ്പോഴും ഭഗവാന്റെ ആജ്ഞാനുസരണം ജീവിക്കുന്ന ഒരു പ്യുവർ ഡിവോട്ടിക്ക് മാത്രമേ ഈ മനോനിലവാരത്തിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. കൗരവ സദസ്സിൽ വെച്ച് അപമാനിതയായ ദ്രൗപദിയെ സംരക്ഷിച്ചത് ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യമാണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ദ്രൗപദിക്ക് ഭഗവാനിൽ 100% വിശ്വാസം ഉണ്ട്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനെ വധിക്കുവാൻ ഭഗവാൻ തന്നെ അർജുനനോട് ആവശ്യപ്പെടുകയാണ്. അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്രകാരം പറയുന്നത്. പക്ഷേ അർജുനൻ തന്റെ ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെ വധിക്കുവാൻ തയ്യാറാകുന്നില്ല. കുരുക്ഷേത്ര യുദ്ധസമയത്തും അർജുനൻ ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും മതപരമായ നിയമങ്ങളും ആചാരങ്ങളും സെന്റിമെന്റ്സും എല്ലാം ഉപയോഗിച്ച് അർജുനൻ പല വാദമുഖങ്ങളും നിരത്തുന്നുണ്ട്. ഇതൊന്നും പക്ഷേ നമുക്ക് ഭഗവാനിൽ എത്തപ്പെടാൻ സാധിക്കില്ല. ശരിക്കുള്ള റിലിജിയൻ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതുമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 6:13-19 പറയുന്നത് പോലെ ധർമ്മസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം എന്നാണ്. അതായത് ശരിയായിട്ടുള്ള റിലീജിയസ് പ്രിൻസിപ്പിൾസ് അത് നടപ്പാക്കുന്നത് ഭഗവാൻ മാത്രമാണ്. അതാണ് എല്ലാം അറിയാവുന്നത് ഭഗവാൻ മാത്രമാണ്. അത് ശരിക്കും മോഡ് ഓഫ് ഗുഡ്നെസ്സിൽ നിൽക്കുന്നവർക്കോ ഉപരിലോകങ്ങളിൽ നിൽക്കുന്നവർക്കോ മനുഷ്യരാശിക്കോ ആർക്കും തന്നെ അത് നടപ്പാക്കാനും അത് മനസ്സിലാക്കാനും ശരിക്കും സാധിക്കുകയില്ല. ഈ ശ്ലോകത്തിൽ റിലീജിയസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നിഷ്ത്രൈഗുണമാണ്. അതായത് എല്ലാ ത്രിഗുണങ്ങൾക്കും അതീതമാണ്. അതിൻ്റെ സ്വാധീനം അതിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അത് അതീന്ദ്രിയമാണ്. അതിൻ്റെ നമുക്ക് നോക്കാം. അജാമിളയുടെ കഥ അറിയാം. അജാമിളയാണെങ്കിൽ അയാളുടെ അവസാനം പകുതി സമയം കഴിയുമ്പോൾ അയാൾ പാപമംഗലമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാരെത്തുകയാണ്. യമദൂതന്മാർ പക്ഷേ അദ്ദേഹം സ്വന്തം മകനായ നാരായണനെ വിളിക്കുന്നു. നാരായണ എന്നുള്ള വിളിയിട്ട് അപ്പോൾ തന്നെ ഭഗവാന് വിഷ്ണുദൂതന്മാരെ അയക്കുകയാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി. അവർ തമ്മിലുള്ള വാഗ്വാദത്തില് വിഷ്ണുദൂതന്മാര് യമദൂതന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലിജിയൻ എന്ന്, എന്താണ് മതപരമായ നിയമമെന്ന്. അപ്പോൾ അവർ പറയുന്നത് വേദപ്രണിധിതോ ധർമ്മ എന്നാണ് പറയുന്നത്. അതായത് റിലീജിയസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള നിയമങ്ങളാണ്. ശരിക്കും വേദങ്ങളിലുള്ള എല്ലാ നിയമങ്ങളും നമുക്കറിയാം, അതെല്ലാം ട്രാൻസ്ഡന്റ് അല്ല. അത് യമദൂതന്മാർക്ക്, നമ്മളെപ്പോലെ തന്നെ യമദൂതന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ശരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭൗതിക ലോകത്തിലെ ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു പീസ് ആൻഡ് ഓർഡർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അശ്വത്ഥാമാവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം നമുക്ക് അറിയാം, അശ്വത്ഥാമാവ് എന്നുള്ള പേരിന്റെ ലിറ്റററി മീനിങ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് വോയിസ് എന്നാണ്. അതായത് അദ്ദേഹം ജനിച്ച സമയത്ത് കരഞ്ഞ ഒരു കുതിരയുടെ സൗണ്ടിലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ദ്രോണരുടെയും കൃപിയുടെയും പുത്രനായിട്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ വിദ്യകളും തൻ്റെ അച്ഛനായ ദ്രോണനിൽ നിന്ന് എല്ലാ ധനുർവിദ്യകളും അഭ്യസിക്കുന്നു. അർജുനന്റെയൊക്കെ ഗുരുവായ ദ്രോണാചാര്യർ അർജുനന് പഠിപ്പിച്ചു കൊടുത്ത എല്ലാ വിദ്യകളും തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിനും പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അശ്വത്ഥാമാവിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ, അശ്വത്ഥാമാവ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ എത്രത്തോളം നോളജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അർജുനാണെങ്കിലോ അതെല്ലാം അത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇതെല്ലാം ഞാൻ കേട്ടത് ശ്രീ ചൈതന്യചരൺ പ്രഭുവിന്റെ ഒരു സീരീസ് ഓഫ് ലെക്ചർ ഉണ്ടായിരുന്നു, മഹാഭാരതത്തിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മഹാഭാരത എന്നും പറഞ്ഞ്. അതിനകത്ത് ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത്.
പക്ഷേ ഒരു വിദ്യയും അദ്ദേഹത്തിന്, അയാളുടെ മായ അപകൃതജ്ഞാനി ആയതുകൊണ്ട് ഒരു വിദ്യയും അശ്വത്ഥാമാവിന് പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രം അയക്കാൻ അറിയാം, പക്ഷെ അത് നിർവീര്യമാക്കാൻ അറിയുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ശിവഭക്തനായിരുന്നു എന്നാണ് പറയുന്നത് അശ്വത്ഥാമാവ്. അവസാനം ഈ യുദ്ധത്തിന്റെ അവസാന നാളുകളില് അശ്വത്ഥാമാവ് നാരായണാസ്ത്രം ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുന്നു. അവസാനം ഇത് കണ്ടിട്ട് ശിവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ, ശിവനാണെന്ന് അദ്ദേഹം അറിയുന്നില്ല, ഒരു ഭീകര രൂപിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ശരിക്കും ആ ഭീകരരൂപിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ധനുർവിദ്യകൾ അദ്ദേഹം അവിടെ പ്രയോഗിക്കുന്നു. പക്ഷെ ഇതൊന്നും ഫലവത്താകാതെ അവസാനം അത് തന്റെ ശിവഭഗവാനാണെന്ന് മനസ്സിലാക്കി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് അശ്വത്ഥാമാവ് ചെയ്യുന്നത്. ഇതിൽ സംപ്രീതനായ ശിവൻ അദ്ദേഹത്തിന് ഒരു വാള് കൊടുക്കുന്നു. ആ വാള് കിട്ടിയപ്പോഴേ അശ്വത്ഥാമാവിന്റെ ശക്തി ഇരട്ടിയായതുപോലെ അശ്വത്ഥാമാവിന് അനുഭവപ്പെടുന്നു. അശ്വത്ഥാമാവിന്റെ മനസ്സിൽ ഭഗവാൻ തന്റെ ഭക്തനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തു. പക്ഷെ അശ്വത്ഥാമാവിന്റെ മനസ്സ് നിറയെ എന്താണ്? ആ പ്രതികാരത്തിന്റെ അജണ്ടയാണ് കിടക്കുന്നത്. അദ്ദേഹം വാളുപയോഗിച്ച് എല്ലാവരെയും കൊന്നൊടുക്കുന്നതിനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ പാണ്ഡവ കുടീരത്തിലെത്തി അവരുടെ ടെന്റിൽ കിടന്നുറങ്ങിയ 5 ശരിക്കും അതിൽ പറയുന്ന ചൈതന്യചന്ദ്രൻ പ്രഭു പറയുന്നത് അവരെ പാണ്ഡവരാണെന്ന് കരുതി ആണ് 5 പേരെയും കൊല്ലുന്നതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അത് പാണ്ഡവരല്ല, അവരുടെ പുത്രന്മാരാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അത് അവരെ കൊന്നൊടുക്കിയതിനു ശേഷം തന്റെ യജമാനെ, അതായത് ദുര്യോധനെ ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് അദ്ദേഹം ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോഴ് ശരിക്കും ദുര്യോധനൻ വളരെയധികം അത് കണ്ടിട്ട് രോഷാകുലനാകുകയും അദ്ദേഹത്തിന് വളരെ നീരസമുണ്ടാകുകയും ചെയ്യുന്നു. ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി, അതും രാത്രിയുടെ അന്ത്യയാമങ്ങൾ ചെയ്തിട്ട് വന്ന അശ്വത്ഥാമാവിനെ അദ്ദേഹം നീരസത്തോടു കൂടിയാണ് അദ്ദേഹത്തിനോട് പെരുമാറുന്നത്. അങ്ങനെ യജമാനന്റെ നീരസത്തിനും പാത്രീഭവിച്ച അശ്വത്ഥാമാവ് അവിടെ നിന്ന് പുറപ്പെടുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ വായിച്ചതാണ്. തന്റെ 5 പുത്രന്മാരുടെ ഘാതകനെ കൊന്ന് അവരുടെ തലയറുത്ത് ദ്രൗപദിയുടെ സമക്ഷത്തെത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അർജുനനും ഭഗവാനും അശ്വത്ഥമാവിനെ തേടി പുറപ്പെടുകയാണ്. അർജുനൻ ദൂരെ നിന്നേ വരുന്നത് അശ്വത്ഥമാവ് കണ്ടു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും അത് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം അദ്ദേഹം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂടും അതും ഇതും കൊണ്ട് എല്ലാ പ്ലാനറ്റ്സുകളും എല്ലാവരും കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവസാനം ശ്രീകൃഷ്ണൻ അർജുനനോട് ബ്രഹ്മാസ്ത്രം അയച്ച് മറ്റേ ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അർജുനൻ അത് നിർവീര്യമാക്കുകയും അതിനുശേഷം അശ്വത്ഥാമാവിനെ കയറുകളാൽ ബന്ധിപ്പിക്കുകയും ദ്രൗപദി സമക്ഷത്തെത്തുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കുമുള്ള ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അത് ഭഗവത്ഗീതയിലെ 18:42 പറയുന്ന പോലെ സമോദമസ്തവാസോദ്യം ശാന്തിർ ആർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്നാണ് പറയുന്നത്. 9 ക്വാളിറ്റീസ് ആണ് ബ്രാഹ്മണർക്ക് പറഞ്ഞത്. അത് ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയും ഭക്തിയും കൂടെ ചേർന്നതാണ്. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റു സോഷ്യൽ ഓർഡേഴ്സ്, അതായത് മറ്റു വിഭാഗങ്ങളെ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിവരെ ഗൈഡ് ചെയ്യണമെന്നാണ് ശരിക്കും ഭഗവാനെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അശ്വത്ഥാമാവിന് ഈ ക്വാളിറ്റീസ് ഒന്നുമേ ഇല്ല. ഉള്ളതാണെങ്കിലും ഒരു അഗ്രസർ എന്ന് പറയാൻ വേണമെങ്കിൽ അശ്വത്ഥാമാവിന്, അതായത് ഒരു അഗ്രസറിന്റെ ക്വാളിറ്റീസിൽ പെടുന്നത് വേറൊരാളുമായിട്ട് ആക്രമത്തിൽ ഏർപ്പെടുക, മാരകായുധങ്ങളുമായി ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു അഗ്രസറിന്റെ സ്വഭാവമാണ് ഇവിടെ ശരിക്കും അശ്വത്ഥാമാവ് കാണിക്കുന്നത്. സ്വന്തം പ്രതികാരം തീർക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന ബാലന്മാരെ കൊന്ന അശ്വത്ഥാമാവിനോട് തീർച്ചയായും അശ്വത്ഥാമാവ് ശിക്ഷ അർഹിക്കുന്നത് തന്നെയുണ്ട്. അത് ഭഗവാൻ അർജുനനെ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ അർജുനനും ദ്രൗപദിയും ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെ ഗുരുവിന് തുല്യം കരുതണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ പർപ്പോട്ടില് ശ്രീല പ്രഭുപാദർ പറയുന്നു, വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് ഒരു ഗുരുവിനെ തിരസ്കരിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഗുരു തന്റെ സ്ഥാനത്തോട് അയോഗ്യനാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തെ നമുക്ക് തിരസ്കരിക്കാമെന്നാണ് പറയുന്നത്. ഒരു ആചാര്യൻ എന്നാല്
സർവ്വശാസ്ത്രങ്ങളുടെയും അന്തസ്സത്തെ സാത്മീകരിക്കുകയും തന്റെ ശിഷ്യന്മാരെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഞാൻ ഒരു ലെക്ചറിൽ കേട്ടതാണ്, ഗുരു ഈസ് ദ പേഴ്സൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള വഴി നമുക്ക് ഗുരുവിനെ അറിയാം. ഹി നോസ് ദ വേ, ഗോസ് ദ വേ, ആ വഴിയിലൂടെ തന്നെയാണ് ഗുരു സഞ്ചരിക്കുന്നതും. ആൻഡ് ഷോസ് ദ വേ എന്ന് പറഞ്ഞാൽ ആ വഴി നമുക്ക് മറ്റുള്ളവർക്ക്, അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ഗുരു. ശ്രീല പ്രഭുപാദർ ഇതിനെ ഒരു ഉപമ പറയുന്നുണ്ട്. നമ്മുടെ അശ്വത്ഥമാവിനെ പറ്റിയിട്ടുള്ള ഒരു ഉപമ അദ്ദേഹം പറയുന്നത്, ഹൈക്കോടതി ജഡ്ജിന്റെ മകനാണെന്ന് വിചാരിച്ച് ഒരിക്കലും അയാൾ ഹൈക്കോടതി ജഡ്ജ് ആകുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചുവെങ്കിലും അശ്വത്ഥമാവ് ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണ ബന്ധുവായി മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ശ്രീല പ്രഭുപാദർ പത്മപുരാണത്തിലെ ഒരു ശ്ലോകം, അദ്ദേഹത്തിന്റെ കുറെ പർപ്പോട്ടുകളിൽ, പല പർപ്പോട്ടുകളിലും അദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകത്തിനെയും നമുക്ക് നോക്കാം. അത് ശ്രീമദ് ഭാഗവതത്തിലെ 9:4:21 11:3:48 അതുപോലെ ഭഗവത്ഗീത 2:8 ഇതിലെല്ലാം ഈ ശ്ലോകത്തിനെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. സത്കർമ്മ നിപുണോ വിപ്രു മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരുർന സ്യാത് വൈഷ്ണവാ സ്വപാജ ഗുരു എന്നാണ് പറയുന്നത്. അതായത് ഒരു ബ്രാഹ്മണൻ അത് ഉന്നത കുലജാതനായിരിക്കും, എല്ലാ വേദിക് നോളജും അറിയാമായിരിക്കും, പക്ഷെ അയാളെ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആകാൻ, ഒരു ഗുരു ആകാൻ അയോഗ്യനാകും. എന്തെന്നാൽ അയാളെ കൃഷ്ണ കോൺഷ്യൻസിൽ പ്രവർത്തിച്ചില്ലെങ്കിലോ ഒരു വൈഷ്ണവനാകുകയോ ചെയ്തില്ലെങ്കിൽ അയാൾ ഒരു ഗുരു ആകാൻ യോഗ്യനല്ലെന്നാണ് പറയുന്നത്. അതേസമയം ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് കൃഷ്ണ കോൺഷ്യസിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റീസ് എല്ലാം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് ഗുരുവായി കരുതാമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത 4:13 പറയുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്യ എന്നാണ്. അതായത് ഒരാളുടെ ഗുണവോ ക്വാളിറ്റീസോ നോക്കിയിട്ടല്ല അയാളെ നോക്കിയാണ് അയാൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ അയാൾ ഏത് കുലത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ട് അല്ലെന്നാണ് അതിൽ പറയുന്നത്. നമ്മളെ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 8.20 ശ്രീല പ്രഭുപാദ് പറയുന്നത്, എപ്പോഴാണ് ഒരാൾ കാമലോകമോഹങ്ങളിൽ, അതായത് ലിസ്റ്റ് ആൻഡ് ഗ്രീഡിൽ നിന്ന് വിടുതൽ കിട്ടുന്നു, അപ്പോൾ അയാൾ ബ്രാഹ്മണിക്കലി ക്വാളിഫൈഡ് ആകുമെന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ കൂടുതൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ വൈഷ്ണവ പ്ലാറ്റ്ഫോമിലാകുമെന്ന് പറയുന്നു. വൈഷ്ണവ പ്ലാറ്റ്ഫോമിൽ എത്തിയ ഒരാൾക്ക് തന്നിലെ ആ പ്രേമഭാവം ഉടലെടുക്കുന്നു. അദ്ദേഹം ഭഗവാനെ പരിപൂർണമായി ഭഗവത് സേവനം ചെയ്ത് ഒരു ശുദ്ധഭക്തനാകാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റീസിനെ പറ്റി നമുക്കറിയാം. ശ്രീമദ് ഭാഗവതത്തിന്റെ തന്നെ 5:8-12 പർപ്പോട്ടിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ 26 ക്വാളിറ്റീസ് പറയുന്നുണ്ട് ഒരു പ്യുവർ ഡിവോട്ടിയുടെ. അതിലെ ചിലത് നമുക്ക് നോക്കാം. അതായത് ഭഗവാന്റെ ശുദ്ധഭക്തന്റെ അചഞ്ചലമായ ഭഗവത് ഭക്തി ഉള്ള ആളായിരിക്കും. അതുപോലെ പൂർണ്ണമായ ശരണാഗതി, നിസ്വാർത്ഥമായ ഭഗവത് സേവനം, അനുകമ്പ, ക്ഷമിക്കാനുള്ള കഴിവ്, മതശുദ്ധി, എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും സമഭാവനയോടെ ഇരിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുക, മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിക്കുക, എല്ലായ്പ്പോഴും ഭഗവാനെ മാത്രം സ്നേഹത്തോടും അർപ്പണബോധത്തോടും പരിപൂർണമായിട്ട് കീഴടങ്ങുക തുടങ്ങിയ 26 ഗുണങ്ങളിൽപ്പെട്ട ഇതെല്ലാം 26 ഗുണങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു വൈഷ്ണവനെ പറയുന്നത് അദോഷദർശി എന്നാണ്. അതായത് ഒരു വൈഷ്ണവൻ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. എല്ലാ മനുഷ്യാത്മാക്കളും നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ടാകും. സജ്ജന ഗുണം ഇച്ഛന്തി ദോഷം ഇച്ഛന്തി പാമര എന്നാണ് പറയുന്നത്. അതായത് ഒരു മനുഷ്യാത്മാവെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റീസിന്റെ ബാഡ് ക്വാളിറ്റീസും അദ്ദേഹത്തിൽ ഉണ്ടാവും. പക്ഷെ ഒരു വൈഷ്ണവനാണെങ്കിലോ ഒരാളുടെ നല്ല വശം മാത്രം ഉൾക്കൊള്ളും, തെറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിനെ ശ്രീല പ്രഭുപാദർ ഉപമിച്ചിരിക്കുന്നത് ഒരു ഹണി ബി, ഒരു തേനീച്ചയാണെങ്കിൽ തേനിനെ തേടി പോകും എന്നും, ഫ്ലൈസ് ആണെങ്കിൽ അവര് മുറിവുകൾ കണ്ടുപിടിക്കാനായിട്ട് പോകുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നത്തെ ശ്ലോകത്തിന്റെ പർപ്പോട്ടില് ലാസ്റ്റില് ശ്രീല പ്രഭുപാദർ പറയുന്നു, ഒരു ഭഗവത് ഭക്തൻ സർവ്വവിധ സ്വകീയ ക്ലേശങ്ങളെയും സഹിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നു. എങ്കിലും
ഒരു ഭക്തൻ മറ്റുള്ളവരോട് സ്വശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഒരു പ്യുവർ ഡിവോട്ടി ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലെയും അങ്ങേയറ്റ സഹനശക്തിയോടെയാണ് പെരുമാറുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ പറയുന്നത് പോലെ തൃണാതപി സുനീചേന തരോരപി സക്ഷ്ണന, വളരെ ഹമ്പിളായിരിക്കും. അത് മറ്റുള്ളവരോട് എപ്പോഴും അനുകമ്പയുള്ളവരും ആയിരിക്കും. ശ്രീല പ്രഭുപാദരുടെ ഒരു ലെക്ചറിൽ കേട്ടതാണ്, കൃഷ്ണ ഈസ് ഓൾ ഓസ്പീഷ്യസ്. അത് നമുക്കറിയാം, കൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും പരിപൂർണനാണ്, എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ്. ഒരിക്കലും ഒരു കൃഷ്ണൻ വിചാരിക്കുകയില്ല തൻ്റെ മക്കൾക്ക് നമ്മളെല്ലാവരും കൃഷ്ണന്റെ മക്കളാണ്. ഒരിക്കലും അദ്ദേഹം വിചാരിക്കില്ല മക്കൾക്ക് ഒരു ആപത്തും വരണമെന്ന്, ആർക്കും നിർഭാഗ്യം വരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കില്ല. അതുകൊണ്ട് കൃഷ്ണന്റെ പദ്ധതിയിൽ ചിലപ്പോൾ നമ്മൾ പ്ലീസിങ് ആയിരിക്കില്ല, പക്ഷേ നമുക്കത് പ്രയോജനമുള്ളതായിരിക്കും. ഇവിടെ പ്രഭുപാദർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പ്ലസന്റ് എന്നും ബെനവളന്റ് എന്നുമാണ്. പ്ലസന്റ് എന്നാൽ ഫീൽസ് ഗുഡ്, നല്ലത് തോന്നുക എന്നാണ്. ബെനവളന്റ് എന്നാൽ നല്ലത് ഉണ്ടാകുക എന്നാണ്, വിച്ച് ഡസ് ഗുഡ് എന്നാണ്. അത് ശരിക്കും നമുക്കറിയാം, ഒരു അസുഖം ഭേദമാക്കാൻ ഒരു സർജന് ചിലപ്പോൾ തൻ്റെ സർജിക്കൽ നൈഫ് കൊണ്ട് ശരീരത്തിനെ കീറി മുറിക്കേണ്ടതായി വരും. അതുപോലെ കൃഷ്ണഭക്തി എന്നുള്ള നമ്മുടെ ആ സർജിക്കൽ നൈഫ് കൊണ്ട് നാം ശരീരമാണെന്നുള്ള നമ്മുടെ നിത്യ അവബോധം നശിപ്പിക്കണമെന്നാണ് അതിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ഒരു വൈഷ്ണവൻ തൻ്റെ ശത്രുവിനോട് പോലും ക്രൂരമായി പെരുമാറില്ല എന്ന് പറയുന്നു. ഒരു പ്യുവർ ഡിവോട്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിരിക്കും. നമുക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യം നോക്കാം, ജീവിതം നോക്കാം. അദ്ദേഹം ക്രൂസിഫിക്കേഷന്റെ സമയത്ത് പോലും തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, കൃഷ്ണ ഭഗവാൻ തന്നെ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൃഷ്ണനെ കൊല്ലാൻ വന്ന പൂതനെ മാരടത്തിൽ വിഷം പുരട്ടി വന്ന പൂതനെ തൻ്റെ പോറ്റമ്മയായി കണ്ട് അദ്ദേഹം മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ ഇന്റലിജൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഭഗവാനെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാനിൽ അർപ്പിച്ച് കാത്തിരിക്കണം. എല്ലാം ഭഗവാന്റെ പ്ലാൻ ആണെന്ന് കരുതാൻ ശ്രമിക്കുക. ശ്രീല പ്രഭുപാദർ ഈ സംഭവത്തിന് പല തവണ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു അച്ഛന്റെ സ്വത്തുക്കള് എല്ലാം എന്നായാലും നിയമപരമായിട്ട് സ്വന്തം മകനിൽ എത്തിച്ചേരുമെന്നാണ്. അതുപോലെ ഭഗവത് കാരുണ്യം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കണമെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. നമുക്കറിയാം, പ്രഹ്ലാദ് മഹാരാജിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളും ദുർഘടഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭഗവാന് അനുയോജ്യമായ സമയത്ത് നരസിംഹമായ അവതാരമെടുത്ത് ഹിരണ്യകശിപുവിനെ വധിക്കുന്നു. ഇത്തരണത്തിൽ എനിക്ക് വേറൊരു സ്റ്റോറി കൂടെ ഓർമ്മ വരുവാണ്. ഒരു രാജാവിൻ്റെയും മന്ത്രിയുടെയും കഥയാണ്. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ആ രാജാവിന് ആ മന്ത്രിയോട് വളരെ ഇഷ്ടമായിരുന്നു, പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുമായിരുന്നു. ആ മന്ത്രിയാണെങ്കിൽ ഒരു കൃഷ്ണഭക്തനായിരുന്നു. സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റ്സ് ആണെന്ന് കരുതാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം ഈ രാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിരൽ നഷ്ടപ്പെടുന്നു. അന്ന് ഈ മന്ത്രി കൂടെ പോയിട്ടില്ല. തിരിച്ചു വന്ന് രാജാവ് പറഞ്ഞു, എൻ്റെ ഒരു വിരൽ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ ഉടനെ ആ മന്ത്രി പറയുന്നത് എല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും എന്ന് പറയുന്നു. അത് കേട്ട് ശരിക്കും കോപാകുലനായ രാജാവ് ആ മന്ത്രിയെ തുറങ്കലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴ് അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ആ രാജാവ് വീണ്ടും വേട്ടയാടാൻ പോവുകയാണ്. ഇത്തരുണത്തിൽ ഈ ഡെക്കോയിറ്റ്സ്, അതായത് കൊള്ളക്കാര് അദ്ദേഹത്തിനെ പിടികൂടുന്നു. ഈ രാജാവിനെ പിടികൂടിയിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പിടികൂടുന്നതെന്ന് അറിയാമോ? ഭഗവാന്, അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിടികൂടുന്നത്. അങ്ങനെ അവര് രാജാവിനെ കൊണ്ട് ബലിപീഠത്തിന്റെ അടുത്തെത്തു. അപ്പോൾ ശാരീരിക പരിശോധന നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിരലില്ല, അംഗഭംഗം സംഭവിച്ച ആളാണ്. പൂർണ്ണനായ ഒരു മനുഷ്യനെയാണ് അവർക്ക് ബലി അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം രാജാവിനെ വിട്ടയക്കുന്നു. അങ്ങനെ രാജാവ് തിരിച്ച് കൊട്ടാരത്തിലെത്തി. അപ്പോൾ രാജാവിനെ മന്ത്രിയുടെ വാക്കുകൾ മനസ്സിലാകുന്നു. അദ്ദേഹത്തെ എന്താണ് മന്ത്രി ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. മന്ത്രിയെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു. ഈ തരുണത്തില് മന്ത്രിയുടെ വാക്കുകളാണ് കൂടുതൽ രസകരം. കാരണം മന്ത്രി പറയുന്നത്,
ഇപ്പോൾ മഹാരാജ് ജയിലിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ രാജാവിനോടൊപ്പം വനത്തിൽ പോകേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രാജാവിന് പകരം ബലിയാടാകേണ്ടി വരുന്നത് ഞാനായിരിക്കുമായിരുന്നു. അങ്ങനെ അത് മന്ത്രിയും രക്ഷപ്പെട്ടതുകൊണ്ട് മന്ത്രിയും രാജാവും ഒരുപോലെ ഭഗവാന്റെ അറേഞ്ച്മെന്റ്സിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ പരമദിവ്യ പുരുഷോത്തമനായ കൃഷ്ണ ഭഗവാനെ തന്നെ എല്ലാം അർപ്പിച്ച് പരിശുദ്ധ ഭക്തിയുത സേവനം ചെയ്യുക. ശരിക്കും ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഏത് പ്രതിസന്ധി വന്നാലും ഭഗവാൻ നമുക്കുണ്ട്, ഭഗവാനാണ് നമ്മുടെ എല്ലാം എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിൽ നമ്മുടെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ശരിക്കും പ്യുവർ ഡ്യൂട്ടീസ് ഒന്നും അല്ല, ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അത് ശരിക്കും നമ്മുടെ പല സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ ബുദ്ധിയെ മാത്രം ഒന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാത്തത് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു സീനിയർ ഡിവോട്ടീസിൻ്റെയോ ഗുരുവിൻ്റെയോ ഗൈഡൻസ് വാങ്ങാൻ ഒരിക്കലും മടി കാണിക്കരുത്. അവർക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കാണും. ഇങ്ങനെ പല അനുഭവങ്ങളും അതിൽ കൂടെ ആയിരിക്കും കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും അവരുടെ എന്താണ് ഗൈഡൻസ് വാങ്ങിച്ച് അവരിൽ നിന്ന് വാങ്ങിക്കാൻ മടി കാണിക്കരുതെന്നാണ് ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. ജയസാക്ഷി പ്രഭുവിൻ്റെ ഒരു ലെക്ചറിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന്. അതായത് വാട്ട്, വെൻ, ഹൗ, വൈ, വേർ, വിച്ച്. നമുക്കറിയാം, നമ്മുടെ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും മുഴുവനും ചോദ്യോത്തരങ്ങളാണ്. നമ്മൾ ശരിയായ കാര്യങ്ങളെ സംശയാതീതമായി മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്കത് കൈമാറാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല. പലതും നമുക്ക് സംശയങ്ങളായിരിക്കും, നമ്മളെങ്ങനെ പറയും. അപ്പോഴേ ശരിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണെന്ന് വിചാരിച്ച് അടുത്ത തലമുറ ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രഭു പറയുന്നത്. അതുപോലെ നമ്മൾ എല്ലാ തടസ്സത്തെയും ഗുണമായി കാണണമെന്നും സ്വയം സഹായിക്കുന്നവരെ ഭഗവാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രഭുപാദർ എന്തെല്ലാം തടസ്സങ്ങളിൽ കൂടെ, എന്തെല്ലാം ട്രിബുലേഷൻസ് കൂടെ കടന്നിട്ടാണ് അദ്ദേഹം ഈ മഹാപ്രസ്ഥാനം കെട്ടിപ്പൊക്കിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശരിക്കും വൈഷ്ണവരെന്ന് പറയുന്നത് കൽപ്പവൃക്ഷാത്രിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വൈഷ്ണവരെ നമസ്കരിക്കുന്ന വാഞ്ചാകൽപ്പത്തിലൊഴിച്ച എന്നുള്ള ശ്ലോകം ചൊല്ലി നമ്മളെല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യാനാണ് വൈഷ്ണവർ ആഗ്രഹിക്കുന്നത്. വൈഷ്ണവര് കൃഷ്ണപ്രേമം എല്ലായിടത്തും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നു. നമുക്ക് ലോർഡ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ മേഴ്സിയായ മാസ് സങ്കീർത്തൻ മൊമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലായിടത്തും എത്തിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയവും ശുദ്ധിയായി നമ്മുടെ അന്തരീക്ഷവും പരിശുദ്ധമാക്കാൻ സാധിക്കട്ടെ. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ചേതോതർപ്പണ മാർജനം ഭാവാഗ്നി നിർവാപണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ നിന്ന് നമുക്ക് മോചനം തരുന്നു. അതായത് നമ്മുടെ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരുന്നു. ശ്രേയചന്ദ്രിയാ വിതരണം, അതായത് നമ്മുടെ മനസ്സ് നിറച്ച്, നമ്മുടെ മെറ്റീരിയൽ ലൈഫ് നിറച്ച് ആകാംക്ഷയും ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അതെല്ലാം മാറി അവിടെ വളരെ ശീതളിമ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. വിദ്യാവതു ജീവനം, അതായത് നമ്മുടെ ഈ സുപ്രീം പേഴ്സണാലിറ്റി, നമ്മുടെ ഭഗവാനെ, പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാനെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടാകുന്നു. ആനന്ദാമ്പതി വർത്തനം, നമ്മുടെ സന്തോഷമോ നമുക്ക് ഓഷൻ ഓഫ് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് സ്ഥിരമായ ശരിക്കും നെക്ടറാണ് കിട്ടുന്നത്, ഇമ്മോർട്ടാലിറ്റിയുടെ നെക്ടറാണ് കിട്ടുന്നത്, എറ്റേണിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ലെസൺ എല്ലാം നമ്മുടെ ഒരു നേതാവ് ടേക്കപ്പ് ചെയ്തിട്ട്, ആ പ്രോസസ്സ് ടേക്കപ്പ് ചെയ്തിട്ട് മറ്റുള്ള മനുഷ്യരാശിയെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും സേവിയർ ഓഫ് എൻറ്റയർ മാൻകൈൻഡ് ആവും അദ്ദേഹം. അതായത് എല്ലാ മനുഷ്യരുടെ രക്ഷകനായിട്ട് മാറും. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇന്നത്തെ എൻ്റെ ശ്ലോകത്തിലെ റിയലൈസേഷൻസ് ഇതാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കമന്റ്സോ ക്വസ്റ്റ്യൻസോ എന്താണെങ്കിലും അഡീഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.
Hare Krishna Mataji, thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Mataji. Lecture നന്നായിരുന്നു Mataji. Thank you so much. Hare Krishna. Pranams. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ക്ലാസ് വളരെ നന്നായിരുന്നു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ സന്തോഷം. നന്ദിയുണ്ട് മാതാജി. വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഇതിലൊന്നും പെടാത്തൊരു കാര്യമാണ്. അത് ഈ നമ്മുടെ ഗോസ്വാമിമാരില്ലേ അവരുടെയൊക്കെ ഹരേ കൃഷ്ണ. മാതാജി ഒരിക്കൽ കൂടെ പറയൂ, ഞാൻ കേട്ടില്ല. ഗോസ്വാമിമാരില്ലേ ആ. അവരുടെയൊക്കെ പുസ്തകങ്ങൾ സെപ്പറേറ്റ് ഉണ്ടോ മാതാജി? ഗോസ്വാമിമാർ എഴുതിയതാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ അല്ല, അവരുടെ ഡക്ടർ ഓഫ് ഡിവോഷനൊക്കെ രൂപ ഗോസ്വാമിയുടേതാണ്. നമ്മുടെ എഴുതിയതല്ല മാതാജി ഞാൻ ചോദിക്കുന്നത്. ഓരോരുത്തരുടെയും ചെറു ചെറു ബുക്കുകളായിട്ടുണ്ടോ അവരെ പറ്റിയിട്ട്? അതെനിക്ക് അറിയില്ല മാതാജി. അവരുടെ ജീവചരിത്രത്തെ പറ്റിയാണോ? അതെനിക്ക് അറിയില്ല മാതാജി. ശരി, ഒരിക്കലേ അറിയുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി അങ്ങനെ ഒരു പുസ്തകം ഷഡ്ഗോസ്വാമിമാരെന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട് മാതാജി. അത് മാത്രമല്ല നെറ്റില് അവരെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത കുറെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഹരേ കൃഷ്ണ. അതൊക്കെയാണ് എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളാവുമ്പോഴേ ഇത്രയും കൂടെ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാലോ. ഓരോ ഇങ്ങനെ ഫോട്ടോ കുറെ വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാനല്ലോ. നമ്മളിപ്പോ ഓരോരുത്തർ പറയും. ഇപ്പൊ ജീവഗോസ്വാമി പറയുന്നു, രൂപഗോസ്വാമി പറയുന്നു. അപ്പൊ ഈ ഇവരെ പറ്റിയിട്ട് കുറച്ചുകൂടെ നമുക്കത് കിട്ടുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കായിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ഉണ്ടാവുമ്പോ എല്ലാവർക്കും പുതിയ അറിവുകളല്ലേ പ്രഭുജി. അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വൈഷ്ണവ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്ക് ഇടയ്ക്ക് ഒരു ക്ലാസ് വയ്ക്കാൻ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഇസ്കോൺ ഡിസൈറട്ടറിയില് ഗൗഡിയ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഗോസ്വാമിമാരെയും നമ്മളുടെ പരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാരെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇംഗ്ലീഷിൽ ബയോഗ്രഫി പോലെ അവര് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഗൗഡിയ ഹിസ്റ്ററി. ഇസ്കോൺ ഡിസൈറട്ടറി നമ്മുടെ ഇസ്കോണിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. ആ സൈറ്റിൽ കയറിയാൽ അതിനകത്ത് ഒരുപാട് ബുക്സ് ഉണ്ട്. ആ ബുക്സിന്റെ കൂടെ ഗൗഡിയ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഗോസ്വാമിമാരെ കുറിച്ച് മാത്രമല്ല നമ്മുടെ പൂർവ്വ ആചാര്യന്മാരെ കുറിച്ച് ഒരുപാട് പേരെ കുറിച്ച് അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഹരേ കൃഷ്ണ. ശരിയാണ് മാതാജി. ശരിയാണ്. അതില് നമുക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പുസ്തക രൂപത്തിൽ കയ്യിൽ വന്നില്ലെങ്കിലും ഡിജിറ്റൽ രൂപത്തിൽ മാതാജി പറഞ്ഞതുപോലെ ഇസ്കോൺ ഡിസൈറട്ടറിയിലെ PDF എന്നുള്ള ഒരു സെക്ഷനിലെ ഗൗഡിയ ഹിസ്റ്ററി എന്നുള്ള സെക്ഷനിലെ വൈഷ്ണവ ആചാര്യാസ് എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് മാതാജി പറഞ്ഞതുപോലെ എല്ലാ വൈഷ്ണവരെ കുറിച്ചും പ്രധാനപ്പെട്ട ഒരുപാട് വൈഷ്ണവരെ കുറിച്ചും വളരെ നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. താങ്ക് യു മാതാജി. താങ്ക് യു ഹരിപ്രേമ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എവിടെയാണ് ഒന്നുകൂടെ പറയാമോ പ്രഭുജി? ഹരിപ്രേമ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ പ്ലീസ്? പ്രഭു, അല്ല മാതാജി, ഇസ്കോൺ ഡിസൈറട്ടറി അത് ഇസ്കോണിന്റെ വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും പോയി അതിനകത്ത് നോക്കാം. അതിനകത്ത് ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് ബുക്സിന്റെ കൂട്ടത്തില് അല്ലെങ്കിൽ PDF-ന്റെ കൂട്ടത്തില് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗൗഡിയ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പാർട്ടില് വൈഷ്ണവ ആചാര്യാസിനെ കുറിച്ച്, ഗോസ്വാമിമാരെ കുറിച്ച് മാത്രമല്ല ഒരുപാട് വൈഷ്ണവ ആചാര്യന്മാരെ കുറിച്ച് അതിനകത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ
പ്ലീസ്. ആശ മാതാജിക്ക് ഷെയർ ചെയ്യാം. ആശ മാതാജി ഐശ്വര്യ മാതാജി അത് ഷെയർ ചെയ്ത് തന്നാലും മതിയല്ലോ. ഞാൻ ഷെയർ ചെയ്യാം. ലിങ്ക് എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. ഇത് ഇസ്കോൺ ഡിസയർ ട്രീ ആണോ? ഇസ്കോൺ അതെ, ഡിസയർ ഇസ്കോൺ ഡിസയർ ട്രീ. അതെ, ഇസ്കോൺ ഡിസയർ ട്രീ. അത് നമ്മുടെ മാതാജി ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഒന്ന് ലിങ്ക് ഇട്ടേക്കണേ. താങ്ക് യു. ശരി ശരി. ഓക്കെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി കഴിഞ്ഞുവെങ്കിൽ ഓക്കെ മാജി, ക്ലോസ് ചെയ്യാം മാജി, ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. പ്രണാം മാജി. കൃപാ സിന്ധു ഹേവ ജപദാനം ഭാവന വൈഷ്ണവ താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ.